Hey guys, welcome back to my channel. തങ്കമണി ദിലീപിൻ്റെ അടുത്തൊരു പടം വന്നിട്ടുണ്ട്. ഇപ്പം ഫെബ്രുവരി ആയപ്പോൾ ഭ്രമയുഗ ഇറങ്ങി, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി, അന്വേഷിപ്പിൻ കണ്ടെത്താൻ ഇറങ്ങിയ സിനിമ ഇറങ്ങി. ഈ മൂന്ന് സിനിമകളും നല്ലൊരു വിജയം, ഒരു മലയാള ഇൻഡസ്ട്രിക്ക് തന്ന ഒരു ഭയങ്കര ഒരു വിജയം തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഇൻഡസ്ട്രീനെ വീണ്ടും പുറകോട്ടാക്കാനായിട്ട് ഇങ്ങനത്തെ സിനിമകളും വരും. അതിലൊരു സിനിമ മാത്രമാണ് തങ്കമണി. ഇതിലത്തെ ഡയറക്ടറിൻ്റെ പേര് രതീഷ് രഘുനന്ദൻ. യെസ്, ഉടലുള്ള ഡയറക്ടർ തന്നെയാണ്. റിട്ടേൺ ബൈ രതീഷ് രഘുനന്ദൻ. ദ സെയിം. സിനിമാറ്റോഗ്രാഫി മനോജ് പിള്ളൈ. സിനിമാറ്റോഗ്രാഫിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു ശോകം, ഒരു സീരിയസ് സെറ്റപ്പ് മോഡ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൽ എസ്പെഷ്യലി ആ ഡ്രോൺ വെച്ചുള്ള കുറേ സീനുണ്ട്. അയ്യോ, ഇങ്ങനെ ഒരു വൃത്തിയൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ പിന്നെ എലോൺ എന്ന് പറഞ്ഞ സിനിമയുണ്ട് മോഹൻലാൽ. അതിനുശേഷം വീണ്ടും ഞാൻ ആ ഡ്രോൺ പരിപാടി ഇപ്പോഴും വീണ്ടും ഞാൻ അനുഭവപ്പെട്ടു. സത്യം പറയാം, അത്ര വളരെ ശോകപ്പെട്ട പരിപാടി തന്നെയായിരുന്നു ഇതിലത്തെ ക്യാമറ. അതും എടുത്തു പറയാനായിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ ഇതിൽ മെയിൻ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ്, നീത പിള്ളൈ. ഇതിൽ ദിലീപിൻ്റെ ആക്ടിങ് ദിലീപ് ട്രൈ ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ആ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നോക്കണമെങ്കിൽ വർക്കൗട്ട് ആയിട്ടില്ല. ഡയറക്ടറെ വേണ്ടിയായിട്ടുള്ള ഒരു ദിലീപിനെ പ്രോപ്പറായി യൂസ് ചെയ്യില്ല. കാരണം ദിലീപിനെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാണ്. ദിലീപ് ഒന്ന് കണ്ണു പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് മൊത്തം ആ ഡയറക്ടറിൻ്റെ ഒരു പരാജയം എന്ന് തന്നെ എടുത്തു പറയണം. പിന്നെ നീത പിള്ളേനെ കാണിച്ച് വെച്ചേക്കണം. അയ്യോ, ക്രിഞ്ചിൻ്റെ അങ്ങ് അറ്റം. ഒരു ലവ് സ്റ്റോറി ആകുമ്പോൾ ക്രിഞ്ച് വേണം, ഞാൻ പറയും. ഭയങ്കരയൊക്കെയാണ് സംഭവം. പക്ഷേ അതിനും താഴെ അങ്ങ് ഇറങ്ങി പോകുന്ന ഒരു സീൻസ് വെക്കാനാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ടൊന്ന് വെറുപ്പിച്ചതുപോലെ അങ്ങ് ആയിപ്പോയി. പുള്ളിക്കാരുടെ പെർഫോമൻസ് വൈസ് ഓക്കെ, ഫൈൻ. പുള്ളിക്കാരിയും അതിന് എഫേർട്ടിട്ടുണ്ട്. പക്ഷെ ആസ് എ ഡയറക്ടർ അവിടെയും ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ പ്രാണിത എന്ന് പറയുന്ന നടിയും കൂടെ ഉണ്ട്. ഇതിലത്തെ മെയിൻ പോലീസ് ഓഫീസറാണ്. IPS ഏതോ ഹൈ റാങ്ക് പൊസിഷനൊക്കെ നിൽക്കുകയാണ്. ദിലീപിനെ പിടിച്ചിട്ട് പുള്ളിക്കാരി ദിലീപിൻ്റെ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കും. അപ്പം ആ തങ്കമണി നടന്ന സെയിം ഇഷ്യൂ അതെല്ലാം കാണിച്ച് വന്ന് നിൽക്കാൻ നേരത്ത് അങ്ങ് കരഞ്ഞങ്ങ് തള്ളയാണ് പോലീസ്. IPS കഥ കേട്ടങ്ങ് കരഞ്ഞ് തള്ളി അങ്ങ് വെറുപ്പിച്ചിട്ടുണ്ട്. അതൊരു ആക്ച്വലി നമ്മളത് ഇമോഷണൽ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണോ അതോ പുള്ളിക്കാരി അങ്ങ് തന്നെ കരഞ്ഞു പോയതാണോ എന്നുള്ള കാര്യം വരെ അവിടെ നമുക്ക് സംശയം തോന്നിപ്പോകും. അത്രയ്ക്കും വേസ്റ്റ് ആക്ടിങ് കൂടെ ആയിരുന്നു പുള്ളിക്കാരിയുടേത്. അതും എടുത്ത് പറയാനായിട്ടുണ്ട്. പിന്നെ അജ്മൽ അമീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? നല്ലൊരു കിടിലൻ വോയിസും നല്ലൊരു സ്റ്റിഫായിട്ടുള്ള ജെന്റിൽമാൻ ലുക്കുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ സിനിമയിൽ പട്ടി വിലയാണ് കൊടുത്തത്. പട്ടി വില. പുള്ളിക്കാരൻ്റെ വോയിസ് നിങ്ങൾക്ക് അറിയാം, നല്ലോണം മലയാളം പറയും, സ്ഫുടതമായിട്ട് മലയാളം പറയുന്നൊരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരന് ബേസ് വോയിസ് കൊടുക്കാനായിട്ട് വേറെ ഏതോ ഒരു തന്നെ പിടിച്ച് സൗണ്ട് കൊടുത്ത് അതിനെ ഡബ് ചെയ്ത് ഇല്ലാണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരൻ ലാസ്റ്റിൽ ഒരു തോക്കും പിടിച്ചുകൊണ്ടിരും. മറ്റേ നമ്മൾ ഈ അടുപ്പിലൊക്കെ ഊതുന്ന കുഴലില്ലേ, അതുപോലത്തെ ഒരു കുഴലും വെച്ചുകൊണ്ടുവന്ന് തോക്കം കൊണ്ടുവരും. അതിൻ്റെ തോക്ക് ആക്ച്വലി ഇത്രയുണ്ട്, അതിൻ്റെ കുഴൽ ഇത്രയുണ്ട്. അമ്മാതിരി അത് എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ സ്ഥലത്ത് കുറേ വേണ്ടത്രയും കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സുദേവ് നായർ പുള്ളിക്കാരൻ വലിയ പ്രശ്നസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് മാഞ്ഞു മറിഞ്ഞു പോയെന്നെങ്കിലും പറയാം. ജോൺ വിജയ് കയറി വാ തമ്പി മയിൽവാഹനോ. അപ്പം ആ പുള്ളിക്കാരൻ ഇതിൽ കാണിച്ചു വെച്ചാൽ ഈ പുള്ളിക്കാരന് സെയിം സംഭവം പറ്റിയ ഡബിങ്ങിൽ വേണ്ട, അല്ലെങ്കിൽ പുള്ളിക്കാരനെ തമിഴായിട്ട് തന്നെ അങ്ങ് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും പിന്നെയും ബെറ്റർ ആയിരുന്നു. പുള്ളിക്കാരനെ ഡബ് ചെയ്ത് വേറെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പുള്ളിക്കാരൻ ഭയങ്കര പരിചയമാണ്. പുള്ളിക്കാരൻ തമിഴല്ലാതെ മലയാളം പ്രോപ്പറാ പറയാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ പുള്ളിക്കാരനെ തമിഴായിട്ട് തന്നെ അങ്ങ് കാണിച്ചിരുന്നെങ്കിൽ ആസ് ഈ സ്പീക്കിംഗ് ഇൻ തമിഴ് ഇസ് ഫൈൻ, അത് മതിയായിരുന്നു. എന്തിനാണ് വെറുതെ കിടന്ന് മലയാളത്തിൽ കിടന്ന് ചവിട്ടി പിടിച്ചിങ്ങനെ കിടന്ന് ഡബ് ചെയ്യിപ്പിക്കുന്നത്? അത് നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും. അയ്യോ, ഇയാൾ മലയാളം പറയണ്ട, പറഞ്ഞ് കേൾക്കണ്ട, തമിഴുകാരാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിനെപ്പോലും, അല്ലെങ്കിൽ കാസ്റ്റ് മാറ്റണമായിരുന്നു, അതിനെ പോലും വെട്ടിമറിച്ച് അയ്യോ, അതും പോയി. പിന്നെ മെയിൻ വില്ലൻ മനോജ് കെ ജയൻ. ഇതിൽ മനോജ് കെ ജയൻ്റെ മേക്കപ്പ് എടുത്ത് പറയണം കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. മേക്കപ്പിനൊക്കെ ഞാൻ വരാം വഴിയെ. അതിൽ മനോജ് കെ ജയൻ മേക്കപ്പ് എടുത്ത് പറയണം. കാരണം ഈ മുഖം ഇത്രയും നല്ല നിറമുണ്ട്, പിന്നെ അങ്ങോട്ട് നിറമില്ല.
അതാണ് എൻ്റെ മേക്കപ്പിൻ്റെ അടുത്ത്. ഒരു സീരിയൽ മേക്കപ്പ് പോലെയാണ് മനോജ് കേജ്, അതും ക്ലോസ് ഷോട്ട് എടുത്ത് വെച്ചേക്കണം. അത് വ്യക്തമായിട്ട് ടച്ചപ്പും എല്ലാം ആ കൃതാവിൻ്റെ കരി ഉൾപ്പെടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് അതിൻ്റെ ഒരു വൻ അപ്രിസിയേഷനാണ് ഈ സിനിമയുടെ. പിന്നെ അസീസ് നെടുമങ്ങാട് ആദ്യം എന്തൊക്കെയോ കുറച്ച് ഇമോഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതും ഒന്നും എനിക്ക് വർക്കൗട്ട് ആയില്ല, ഒന്നും ലോജിക്കലി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ മാളവിക മേനോനുണ്ട് ദിലീപിൻ്റെ സഹോദരിയായിട്ട്, പുള്ളിക്കാരിയും വലുതായിട്ട് അങ്ങ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഈ ഇത്രയും ക്യാരക്ടേഴ്സ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് കണ്ടായിരുന്നു, അപ്പം ആ പൈസയ്ക്ക് ആ ഒരു വില ഉണ്ട്, അതുകൊണ്ട് ഞാൻ മൊത്തം എടുത്ത് പറയും. അത്ര ശോകമായിരുന്നു സത്യം. പിന്നെ സിദ്ദിഖിൻ്റെ റോൾ സിദ്ദിഖിലെ വെടുപ്പാട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി മ്യൂസിക്, വില്യം ഫ്രാൻസിസ്. മ്യൂസിക് എനിക്ക് ആ തങ്കമണിയുടെ ആ പാട്ട് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ബി ജി എമ്മിട്ട് വരണമെങ്കിൽ അട്ടാർ വൺ ഓഫ് ദി വേസ്റ്റ് ബി ജി എം ആയിരുന്നു, അതെടുത്ത് പറയണം. പിന്നെ അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എടുത്ത് ഞാൻ പ്രണമിക്കുന്നു, പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. വൺ ഓഫ് ദി വേസ്റ്റ് മേക്കപ്പ് ഐ ഹാവ് എവർ സീൻ. കാരണം ആ അതൊക്കെ ഇവിടെയൊക്കെ ഒട്ടിച്ച സാധനമൊക്കെ ഇളവി വരുന്നുണ്ട്. അത് ഇതിൻ്റെയൊക്കെ എഡിറ്ററിനെ വേണം ആദ്യം അടിക്കുക. എനിക്ക് എഡിറ്ററിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നല്ല പറയണമെന്നുണ്ട്, പക്ഷെ ഇനി ഞാൻ പിന്നെ പറയാത്തതാണ്. അത്ര ശോക എഡിറ്റിംഗ് ആയിരുന്നു. ഇതിൽ പടം തുടങ്ങാൻ നേരത്തെ തന്നെ പോലീസുകാരും പാർട്ടിക്കാരും കൂടെ സമരം ചെയ്യുന്ന ഒരു സീൻ കാണിക്കും. പാർട്ടിക്കാർ സമരം ചെയ്യുന്നത്, അതിൽ പോലീസുകാർ ബാരിക്കേഡ് വെച്ചിരിക്കും. അപ്പം ഈ പാർട്ടിക്കാർ വന്ന് ഈ ബാരിക്കേഡിനെ ഇങ്ങനെ പുഷ് ചെയ്ത് തള്ളിയിടുന്ന ഒരു സീനുണ്ട്. അതിൽ തള്ളണവന്മാരിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നു, അവർ ചിരിച്ചുകൊണ്ട് തള്ളണം. അവിടെ തുടക്കത്തെ ഒരു 2 മിനിറ്റത്തിന് ഈ സംഭവം കാണിക്കും. അപ്പോഴത്തേക്കും മനസ്സിലാവും ഈ കൊള്ളാം, സൂപ്പർ എഡിറ്റിംഗ്. അവിടെ എഡിറ്റിംഗ് തന്നെ തുടക്കത്തിൽ തന്നെ പോയപ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് മൊത്തം പോയി. ഞാൻ എഡിറ്റർ ഇതൊക്കെ എവിടെ നിന്നാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ സീൻ എടുത്ത് അവരെ ആഡ് ചെയ്തുകൂടെ? ഇത് എന്തിനാണ് ആ സീൻ കാണിച്ചത്? അവിടെ കാരണം ഒരു പടത്തിൽ ഒരാൾ ആ ഒരു സീൻ എടുക്കാൻ നേരത്ത് ഒരാൾ ചിരിച്ചാൽ അത് പോയി. അത് ഇമോഷണൽ ആവാത്തതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അതൊരു ഭയങ്കര സിറ്റുവേഷൻ ആണ്. പറഞ്ഞാൽ ഒരു എന്താ പറയുക, പോലീസും ഇവരും നമ്മളൊരു അടികൂട സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ദേഷ്യത്തോടെ വേണം ഇവർ അങ്ങനെ കാണിക്കാവുള്ളൂ. ഇത് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, അവിടെ തന്നെ മൊത്തവും പോയി. എടുത്തിങ്ങൊക്കെ എവിടെ നിന്നും വായ്പോം ചെയ്യാം. ഇത്രയും ശ്രദ്ധിക്കേണ്ട. അത് വലിയ വൈഡ് ഷോട്ടല്ല, ക്ലോസ് ഷോട്ടാണ്, വലിയ ക്ലോസ് ഷോട്ടാണത്. ചിരിക്കുന്നത് എടുത്ത് കാണാൻ പറ്റും. അത് ഒറ്റിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എടുത്ത് കണ്ടു നോക്കുന്നത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ഷോ എഡിറ്റിംഗ് ആയിരുന്നു, വൺ ഓഫ് ദി വേസ്റ്റ് എഡിറ്റിംഗ് ആയിരുന്നു. മേക്കപ്പ് കളറിംഗ് ഒക്കെ ആണെങ്കിൽ സീരിയൽ തന്നെ കേട്ടോ, അത് ഞാൻ ട്രോള് കണ്ടായിരുന്നു. കറക്റ്റ് ആണ്, സീരിയൽ പോലെ തന്നെയാണ് പടവും പോകുന്നത്. ആ എഫക്റ്റും ലൈറ്റ് എഫക്റ്റും എല്ലാ പരിപാടിയും പക്ക സീരിയൽ മൂഡ് പോലെ തന്നെയാണ് പോകുന്നത്. ഇതിൽ ദിലീപിൻ്റെ 2 വിരൽ ജോൺ വിജയ് ചവിട്ടി അരയ്ക്കും. അപ്പം അതിൽ സംഭവം കാണിക്കും, ദിലീപിൻ്റെ കൈ ഫ്രാക്ചറൊക്കെ ഊരുമ്പോൾ മുറിവിനെ കാണിക്കും. അയ്യോ, ഇവിടെ ഇങ്ങനെ ആ സ്റ്റിക്കർക്ക് ഇങ്ങനെ ഇളവി ഇരിപ്പുണ്ട്. നമുക്കത് മനസ്സിലായി. പിന്നെ അത് ഇവര് നെറ്റിയിലൊട്ടിച്ചിരിക്കുന്നത് അതൊക്കെ സ്റ്റിക്കർക്ക് ഇളവിയിരിക്കുന്നത്. പിന്നെ മനോജ് കേജൻ്റെ ഷോട്ട് കാണിക്കുമ്പോൾ മുടിയുടെ അവിടുത്തെ ആ ഒരു വിഗിൻ്റെ പോർഷൻ, അതൊക്കെ എന്തോന്നറിയാം, ഇത് കോമഡി സ്റ്റാർസിൻ്റെ പ്രോഗ്രാം അല്ല, ഒരു സിനിമയാണെന്നുള്ളൊരു വ്യക്തത്തോടെ കൂടി പടം എടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അത്ര ശോകമായിരുന്നു. പക്ഷെ ഒരുപാട് ചിരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ചിരിക്കാനുള്ള വകുപ്പ് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ചിരിച്ചായിരുന്നു പടത്തിൽ. പിന്നെ ഈ തങ്കമണി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ, ഇത് ആക്ച്വലി നടന്ന സംഭവമാണ്. ഇത് ആക്ച്വലി നല്ല കൊള്ളാന്നുള്ള നല്ല ഡയറക്ടർമാർ എടുത്തിരുന്നുണ്ടല്ലോ, പടം വേറെ റേഞ്ച് പോകാൻ. ദിലീപിന് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ദിലീപ് അത് മാത്രമല്ല, ഇത് നല്ലൊരു ഡയറക്ടറിനെ കൊടുത്തിരുന്നെങ്കിൽ ഈ പടം ഉണ്ടല്ലോ നല്ലൊരു ടോപ്പ് റേഞ്ച് എത്തിയേനെ. വീണ്ടും ഒരു മലയാളത്തിൽ ഹിറ്റ് തരേണ്ട ഒരു സ്റ്റോറി ഫിലിം ആയിരുന്നു. പക്ഷേ എന്ത് പറയാം, എടുത്ത് നശിപ്പിച്ച് ഓവറാക്കിയെന്ന് പറയാം. അത്ര മോശമായിരുന്നു. ഇതിൽ ദിലീപ് കുറേ റിവഞ്ചൊക്കെ എടുക്കുന്നുണ്ട്. അയ്യോ, അതൊക്കെ എന്ത് വാട്ട പരിപാടി എന്നറിയാമോ ദിലീപ് റിവഞ്ച് എടുക്കണത് കാണാൻ നേരത്ത്. നിങ്ങൾ ചെസ് സിനിമ ഉണ്ടായിരുന്നു ദിലീപിൻ്റെ, ആ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് പോകുന്നത്. ആദ്യം 3-4 പേരെ കൊല്ലും, പിന്നെ ഇത് കാണിക്കും, ബാക്ക് സ്റ്റോറി കാണിക്കും, പിന്നെ എക്സ്ട്രാ പറഞ്ഞാൽ 2 പേരെ കൊല്ലും, 3 പേരെ കൊല്ലും. ഇത് തന്നെ ഇതൊക്കെ എന്ത് പരിപാടിയാണെന്നറിയാം. വെറുപ്പിക്കെന്ന് പറഞ്ഞാൽ അത്ര വെറുപ്പിക്കായിരുന്നു. ഈ ദിലീപിൻ്റെ അടുത്ത പടം അറിയാം എന്തിനാവുന്നു. ദിലീപ് ഞാൻ പറഞ്ഞില്ല, ഇത് സോറി ടു സേ, എനിക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC, എല്ലാം ആവട്ടെ.